അല്ലാഹു തആല നമ്മളെ ഇരുത്തത്തെ കബൂലാക്കുമാറാവട്ടെ. നമ്മളെ തിന്മകളെ നന്മകളാക്കുവാൻ ഈ ഇരുത്തത്തെ കാരണമാക്കുമാറാവട്ടെ. അല്ലാഹു തആല നമ്മളെ നിസ്കരിക്കാൻ അവസരം തന്നു, നിസ്കരിപ്പിച്ചു. സത്യത്തിൽ നിസ്കരിക്കുക എന്നുള്ള ഒരു അമലാണ്. അതിനേക്കാൾ അപ്പുറം ആ നിസ്കാരം അല്ലാഹുവിന്റെ അടുക്കൽ കബൂലാവലാണ് അസൽ കാര്യം. നമ്മൾ നിസ്കരിക്കേണ്ടത് സമാധാനപ്പെടേണ്ടത് നിസ്കാരം അല്ലാഹുവിന്റെ അടുക്കൽ കബൂലാവുണ്ടോ ഇല്ലേ? അമലുടെ കബൂലിയത്താണ് അല്ലാഹുവിന്റെ അടുക്കൽ ആവശ്യമുള്ളത്. ആ അമൽ അല്ലാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുന്നത്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമിനോടും പരിശുദ്ധ കഅബ ഉണ്ടാക്കാൻ വേണ്ടി അല്ലാഹു തആല പറഞ്ഞു. കഅബ ഉണ്ടാക്കി പൂർത്തിയായ ശേഷം ആ വാപ്പി മോനും ചേർന്ന് ചെയ്ത ദുആ വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്. റബ്ബനാ തഖബ്ബൽ മിന്ന ഇന്നക അൻതസ് സമീഉ. പടച്ചോനെ, ഞങ്ങൾ ഇതിനെ സ്വീകരിക്കണേ. അസൽ കാര്യം അല്ലാഹു സ്വീകരിക്കലാണ്. അല്ലാഹു തആല സ്വീകരിച്ചിട്ടില്ലെങ്കിൽ പിന്നെ അമൽ പഴയ തുണി അവന്റെ മുഖത്തേക്ക് ചുരുട്ടി വലിച്ചെറിയുന്നത് പോലെ നമ്മുടെ അമലുകൾ നമ്മളിലേക്ക്. അവിടെ നിസ്കാരമൊക്കെ, നമ്മളെ നിസ്കാരം ശരിയാവാൻ വേണ്ടി നമ്മൾ അല്ലാഹുവോട് ദുആ ചെയ്യുന്നു. വിജയിക്കുന്ന നിസ്കാരക്കാരാരാണ്? ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ ആണ്. ഭയഭക്തിയുള്ള നിസ്കാരക്കാർ അവർ തീർച്ച വിജയിച്ചിരിക്കുന്നു. നമ്മുടെ മുഴുവൻ പ്രശ്നങ്ങൾക്കും പരിഹാരം സത്യത്തിൽ നിസ്കാരമാണ്. ഇന്ന് മുസ്ലിമീങ്ങൾക്ക് അറിയില്ല അത്. നിസ്കാരം എത്ര അഹമ്മിയത്ത്, എത്ര പ്രാധാന്യമുള്ളതാണ്. നിസ്കാരം ഉപേക്ഷിക്കുക എന്നുള്ളത് ഈമാന്റെയും ഇടയിൽ കുഫറിന്റെയും ഇടയിലുള്ള മറ നിസ്കാരം ഉപേക്ഷിക്കലാണ്. നിസ്കാരം അത്ര പ്രാധാന്യമുള്ളതാണ്. മുസ്ലിമീങ്ങൾ വളരെ ഗഫ്ലത്തിലുള്ളത്. നിസ്കരിക്കുന്ന നമ്മളെ പോലുള്ള ആൾക്കാരുടെ അവസ്ഥ നിസ്കാരത്തിൽ ഗഫ്ലത്തിലാണ്. അങ്ങനെ ഗഫ്ലത്തോടു കൂടി അശ്രദ്ധയോടു കൂടി അങ്ങനെ നിസ്കരിച്ച് പോവാണ്. നിസ്കാരം കഴിഞ്ഞു, നമുക്ക് സമാധാനമായി? ഇല്ലല്ല. നമസ്കാരങ്ങൾ അല്ലാഹു സ്വീകരിക്കണം. അതിനുവേണ്ടി നമുക്ക് ഓർമ്മ ഉണ്ടാവണം, ചിന്ത ഉണ്ടാവണം. ഞാൻ ആരെ മുന്നിലാണ് നിൽക്കുന്നത്? എന്നെ വിളിച്ചവൻ ആരാണ്? അലി റളിയല്ലാഹു അൻഹു ബാങ്ക് കേട്ടാൽ അദ്ദേഹത്തിന്റെ ശരീരം വറക്കും, അദ്ദേഹത്തിന്റെ കളറൊക്കെ മാറും. അപ്പൊ അദ്ദേഹത്തിനോട് ആരോ ചോദിച്ചു, ബാങ്ക് കൊടുക്കുമ്പോൾ തന്നെ ആരോ വിളിച്ചാലും നിങ്ങൾക്ക് അറിയോ? വിളിച്ചാലും നിങ്ങൾക്ക് അറിയോ? രഹസ്യം പരസ്യക്കാരനാളെ മുന്നിലാണ് പോയി നിൽക്കാൻ പോണത്. നിങ്ങളെ രഹസ്യങ്ങളെ പരസ്യക്കൊന്ന് അറിയുന്നുണ്ട്. അവന്റെ മുന്നിൽ പോയി നിൽക്കാൻ. ഇപ്പൊ നമ്മൾ അവിടെ നിന്ന് വന്നത് അല്ലാഹു അക്ബർ പറഞ്ഞു പോന്നു. നമ്മളെ നെറ്റിത്തടം അവന്റെ മുന്നിൽ സുജൂദിൽ വെച്ചു. സുബ്ഹാന റബ്ബിയൽ അഅല നമ്മൾ പറഞ്ഞു. പക്ഷെ നമ്മളെ ഹൃദയം അറിഞ്ഞിട്ടില്ലെങ്കിലോ? സ്നേഹമായ നിസ്കാരം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഖിയാമത്ത് നാൾ വരെ ഇനി നബി വരാനില്ല. ഈ ഖിയാമത്ത് നാൾ വരെ ദീൻ ഉണ്ടാവണം. നരകത്തിന്റെ തീനാളങ്ങളിൽ നിന്ന് മനുഷ്യരെ രക്ഷപ്പെട്ട് സ്വർഗത്തിലെത്തണം. അതുകൊണ്ട് ഈ മനുഷ്യർക്ക് മുഴുവനും ഖിയാമത്ത് നാൾ വരെയുള്ള മനുഷ്യർക്ക് ദീൻ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി, ദീൻ എത്തിക്കാൻ വേണ്ടി വന്ന നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഭൂമി ലോകത്ത് നിന്ന് വിട പറയുമ്പോൾ ഖിയാമത്ത് നാൾ വരെ മനുഷ്യരെ മുന്നിൽ കണ്ടുകൊണ്ട് അവർക്ക് വേണ്ടിയുള്ള വസിയ്യത്ത് ചെയ്തു, അല്ലെങ്കിൽ അവരോടുള്ള അവസാന ഉപദേശം ചെയ്തു. ആ ഉപദേശം തങ്ങളിങ്ങനെ നാവുകൊണ്ട് പറയുന്നുണ്ട്. ശബ്ദം വെളിയിലേക്ക് വരുന്നില്ല. ശ്രദ്ധിച്ചു കേട്ടപ്പം ആ പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിനോട് അങ്ങേയറ്റത്തെ സ്നേഹമുള്ള, ഒരിക്കലും ഒരാൾ പോലും നരകത്തിലായി പോകരുതെന്ന് ചിന്തിക്കുന്ന പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്കിതായിരുന്നു അസ്സലാ അസ്സലാ. നിസ്കാരത്തിന്റെ കാര്യം ശ്രദ്ധിക്കണേ, നിസ്കാരത്തിന്റെ കാര്യം നോക്കണേ. നിസ്കാരം അത്ര പ്രധാനമുള്ളതാണ്. ഈ ഉമ്മത്തിൽ നിസ്കാരത്തിന് ഗഫ്ലത്തിലുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ദുനിയാവിന്റെ വസ്തുവകൾ ശേഖരിക്കുന്നതിന്, നിത്യജീവിതം കഴിഞ്ഞു പോകുന്നതിന്, രണ്ടറ്റം മുട്ടിക്കാൻ വേണ്ടി എന്നൊക്കെ നമ്മൾ പറയുന്ന ഈ പ്രവർത്തനത്തിന്റെ ഇടയിലൊക്കെ നമ്മൾ നിസ്കാരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കാൻ. നിസ്കാരം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹുവിന്റെ കൽപ്പന വിശുദ്ധ ഖുർആനിലുണ്ട്. വഅ്മുർ അഹ്ലക ബിസ്സലാ വസ്തബിർ അലൈഹാ ലാ നസ്അലുക റിസ്ഖാ നഹ്നു നർസുഖുക വൽ ആഖിബതു ലിത്തഖ്വ. ഖുർആൻ അല്ലാഹു പറയാൻ വഅ്മുർ അഹ്ലക ബിസ്സലാ. നബിയെ തങ്ങളെ കുടുംബത്തോട് നമസ്കാരം കൊണ്ട് കൽപ്പിക്കുക. വസ്തബിർ അലൈഹാ, തങ്ങളും അതിൽ കൃത്യനിഷ്ഠത പാലിക്കുക. ലാ നസ്അലുക റിസ്ഖാ, നിങ്ങളോട് ഞാൻ ഉപജീവനം ചോദിക്കുന്നില്ല. അല്ലാഹു പറയാൻ നഹ്നു നർസുഖുക, നിങ്ങൾക്ക് ഉപജീവനം നൽകുന്നത് നമ്മളാണ്. വൽ ആഖിബതു ലിത്തഖ്വ, അന്തിമ വിജയം മുത്തഖീങ്ങൾക്കാണ്. അന്തിമ വിജയം മുത്തഖീങ്ങൾക്കാണ്. അതുകൊണ്ട് തഖ്വ, അതുകൊണ്ട് നമസ്കാരം, സഹോദരന്മാരെ സ്നേഹമാരെ, നിസ്കാരം ചെറുതല്ല. ഒരു നിസ്കാരം നഷ്ടപ്പെടുത്താൻ എത്ര വലിയ കുറ്റകരമായ കാര്യമാണ്. അള്ളാഹു വിളിച്ചിട്ട് നമുക്ക് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ, അള്ളാഹു വിളിച്ചിട്ട് നമുക്ക് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അത് എത്ര വലിയ അക്രമമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി.
നമ്മളെ മകന് നമ്മളെല്ലാ സംവിധാനം ചെയ്ത് കൊടുത്തു, സ്കൂളിൽ പഠിപ്പിക്കാൻ പൈസ, വണ്ടി, ബൈക്ക് എല്ലാം വാങ്ങിക്കൊടുത്തു. എന്നിട്ട് അവൻ നമ്മളൊരു വാക്ക് എതിര് ചെയ്യുമ്പോൾ നമുക്ക് എത്ര വിഷമം ഉണ്ടാവുന്നുണ്ട്, നമ്മൾ എന്തൊക്കെ പറയുന്നുണ്ട്. നമ്മളില്ലായ്മയിൽ നിന്ന് ഉണ്ടാക്കി എല്ലാ നിയമത്തുകളും തന്ന അള്ളാഹ് നമ്മളെ വിളിക്കുകയാണ്, നമുക്ക് പോകാൻ പറ്റില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഒരാൾക്കൊരു കിഡ്നി, 2 കിഡ്നി നഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കും. അള്ളാഹ് നമ്മളെല്ലാവരും കാക്കുമാറാവട്ടെ. അങ്ങനെ അദ്ദേഹത്തിന്റെ കിഡ്നി നോക്കുമ്പോൾ അത് ഇവിടെ ഒന്നും മാച്ച് ആവുന്നതില്ല. അയാളെ ബ്ലഡ് നെഗറ്റീവ് ആണ്, റയറായിട്ട് കിട്ടുന്നതാണ്. അങ്ങനെ ഒരുപാട് പ്രശ്നമായി. അവസാനം പത്രത്തിൽ ഔട്ട് ചെയ്ത് അങ്ങനെ തിരുവനന്തപുരത്തുള്ള ഒരാള് അയാൾക്ക് കിഡ്നി കൊടുക്കാൻ ഇതായി. അയാൾ ആ പരസ്യം കണ്ടു, ഇവരെ കോണ്ടാക്ട് ചെയ്തു. അങ്ങനെ അവര് പറഞ്ഞു, അങ്ങനെ അവര് സംസാരിച്ചു. അപ്പൊ ഇവരെ കുടുംബക്കാരൊക്കെ അയാളോട് സംസാരിച്ചു, നിങ്ങൾക്ക് എത്ര വില വേണ്ടി വരും നിങ്ങളെ കിഡ്നിക്ക്? അദ്ദേഹം പറഞ്ഞ വില ഒന്നും പ്രശ്നമില്ല, നിങ്ങൾ മാച്ച് ആവും നോക്കുക ആദ്യം. അങ്ങനെ അവർ രണ്ടുപേരും ചെക്ക് ചെയ്തു, രണ്ടാമത് മാച്ച് ആവും എന്ന് പറഞ്ഞു. അപ്പോൾ അവർ ചോദിച്ചു എത്ര പൈസ? അവർ പൈസ നിങ്ങൾ പ്രശ്നമാക്കണ്ട, നിങ്ങൾ മാച്ച് ആവുമെങ്കിൽ നമുക്ക് ചെയ്യാം, സർജറി ചെയ്താൽ. അതിന്റെ പേര് നിങ്ങൾ എന്തായാലും വേദന ടെൻഷനാണ്ടെന്നൊക്കെ പറഞ്ഞു. അതൊക്കെ കഴിഞ്ഞിട്ട് ശരിയാവുകയാണെങ്കിൽ ഞാൻ പറയാം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഏതായാലും ഒരു മയുള്ള ആളെന്നുള്ള അർത്ഥത്തിൽ അവർ തയ്യാറായി. അങ്ങനെ സർജറി നടന്നു, അത് സക്സസ് ആയി, ഉഷാറായി. അങ്ങനെ രണ്ടുപേരും ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ആയി. പിന്നെ ഉഷാറായപ്പോൾ അദ്ദേഹത്തിനോട് ചോദിച്ചു, എന്താ നിങ്ങൾക്ക് വേണ്ടിയെന്ന്? അദ്ദേഹം പറഞ്ഞു, എൻ്റെ ഒരു സഹോദരൻ, അയാളുടെ ജീവൻ നിലനിൽക്കാൻ വേണ്ടി ഞാൻ തന്നതാണ്, എനിക്ക് അതിനൊന്നും വേണ്ട എന്ന് പറഞ്ഞു. എന്തൊക്കെയാ മനുഷ്യനെ പറ്റി നമ്മളെ അഭിപ്രായം, ആൾക്കാരുടെ അഭിപ്രായം എന്തായിരിക്കും? അങ്ങനെ കഴിഞ്ഞ 1 കൊല്ലോ 2 കൊല്ലോ കഴിഞ്ഞപ്പോൾ ഒരു ദിവസം അദ്ദേഹം വിളിച്ചു, കൊണ്ടോട്ടിക്കാരനായ സഹോദരനെ, ഞാനിതാ തിരൂര് വരുന്നുണ്ട്, പിന്നെ റെയിൽവേ സ്റ്റേഷനിൽ എനിക്ക് നിലമ്പൂര് അല്ലെങ്കിൽ കരുവാരക്കുണ്ട് ഒരാളെ കാണാനുണ്ട്, രാത്രി 3 മണിക്കാണ് ട്രെയിൻ, അതുകൊണ്ട് ആ സമയത്ത് അങ്ങനത്തെ ഒരു സമയമാണല്ലോ, അതുകൊണ്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവില്ലെങ്കിൽ ഒന്ന് റെയിൽവേ സ്റ്റേഷനിൽ വന്ന് എന്നെ പിക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പൊ നമ്മൾ അദ്ദേഹത്തിനോട് എന്താ പറയാ? നിങ്ങൾ ആലോചിക്കുക, കിഡ്നി കൊടുത്ത ആള് ആർക്കാണോ കിട്ടിയത് അയാളോടാണ് വിളിച്ചു ചോദിക്കുന്നത്. അയാൾ പറഞ്ഞു, എന്താ നിങ്ങൾ അങ്ങനെ പറഞ്ഞത്? നിങ്ങൾ വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ മതിയല്ലോ, നമ്മളവിടെ എത്തും, 2 മണിക്കാണ്, 2 മണിക്ക് എത്തും, നിങ്ങളൊരു ബേജാറുണ്ടായത് നമ്മളേറ്റ്, നിങ്ങൾ എന്താ അങ്ങനെ ചോദിക്കണത് എന്നൊക്കെ പറയാൻ മതി. നമ്മൾ 3 മണിക്കുള്ളതിന് 2:45 2:30 അവിടെ എത്തും, ഫ്ലാസ്ക് ചായ ഉണ്ടാവും, നമ്മൾ ബാക്കിയുള്ളതെല്ലാം ഉണ്ടാവും. നമ്മൾ അദ്ദേഹത്തിനെ കയറ്റിക്കൊണ്ടുവരും, അദ്ദേഹത്തിന്റെ ആവശ്യം മുഴുവൻ കഴിഞ്ഞു. അദ്ദേഹത്തിനെ നമ്മൾ രാത്രി അവിടെ നിൽക്കാൻ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു പറ്റില്ല, പോകണം എന്ന് പറഞ്ഞു. രാത്രി ട്രെയിനിൽ പോയി കയറ്റി നമ്മൾ വിട്ടു. നമുക്ക് ഭയങ്കര സന്തോഷമായി, അയാൾക്ക് ഭയങ്കര സന്തോഷമായി. നമ്മൾ ഒറ്റ ആലോചിച്ച് നോക്കി, എന്താണ് ആ തിരുവനന്തപുരത്തുകാരനായ ഒരാള് 3 മണിക്ക് റെയിൽവേ സ്റ്റേഷനിൽ തിരൂരെത്തും എന്ന് പറഞ്ഞപ്പോഴേക്കും കൊണ്ടോട്ടിന്ന് വണ്ടി എടുത്തിട്ട് നമ്മൾ 2 മണിക്കെങ്കിലും പോയിട്ട് അവിടെ എത്തി അയാളെ കാത്തു നിൽക്കാനുള്ള കാരണം എന്താണ്? നമുക്കറിയാം വ്യക്തമായിട്ട്, എനിക്കൊരു കിഡ്നി തന്ന ആളാണ് അയാൾ. എന്നാൽ നമ്മൾ ഒറ്റക്ക് ആലോചിക്കും, നമുക്കതിനു മുമ്പ് 2 തന്ന ഒരാളുണ്ടായിരുന്നു. ഇപ്പം അയാൾ 2 1 തന്നതും അയാളുടേതല്ല, അതും അള്ളാഹുവിൻ്റെതാണ്. ആ അള്ളാഹ് നമ്മളെ വിളിക്കുകയാണെങ്കിൽ ഒരു 5:30 മണിയാകുമ്പോൾ ഒരു 2 വന്നിട്ട് സുബഹിക്ക് നിസ്കരിച്ചൂടെ? നമ്മൾ പറയണേ നമുക്ക് കഴിയില്ല, ഭയങ്കര ക്ഷീണാണ്. നമ്മളെക്കാൾ നന്ദി കെട്ടവും വേറെ ആരാ ഉള്ളതെന്ന് ഒറ്റക്കാലോചിച്ചു. ഈ ശ്വാസോച്ഛ്വാസം നിന്നാൽ, ഇതിന് തടസ്സപ്പെട്ടാൽ നമ്മളെല്ലാത്തിനും റെഡിയാണ്, ICU പോയി കിടക്കാൻ റെഡിയാണ്, അതിന് മുന്നേ കാത്തിക്കാൻ റെഡിയാണ്. പക്ഷെ റബ്ബിന്റെ മുമ്പ് വന്നിട്ട് ഒരു 2 നിസ്കരിക്കാൻ നമുക്ക് ആവൂല. നമുക്ക് എന്ത് തിരക്കാണുള്ളത്, നമ്മൾ എന്താ കൊണ്ടുപോകാനുള്ളത്? ഈ കച്ചവടം പീടിയിലാളില്ല, പീടിയാരാ തന്നെ എനിക്ക്? നിന്റെ കച്ചവടം നിലനിർത്തുന്നത് ആരാണ്? നിന്റെ കടയിലൊക്കെ ആൾക്കാരെ കൊണ്ടുവരുന്നത് ആരാണ്? കർഷകൻ കൃഷിയിലെത്തും എന്ന് പറയാണ്, ഞാൻ പോയാൽ പണിക്കാർ പണിയെടുക്കൂല. അങ്ങനെ അധ്വാനിച്ച് വിടാതെ നിന്ന് നോക്കി വായൊക്കെ വളർത്തി കൊലക്കായപ്പം അല്ലാഹു തആല പതുക്കെ ഒരു കാറ്റിനയച്ചു, ഫുള്ള് റുക്കൂയിലായി, വായകളൊക്കെ റുക്കൂയിൽ. أفرأيتم ما تحرثون أأنتم تزرعونه أم نحن الزارعون لو نشاء لجعلناه حطاما فظلتم تفكهون إنا لمغرمون بل نحن محرومون. സൂറത്ത് വാഖിയ. അല്ലാഹ് പറയാൻ, കർഷക കൃഷി കണ്ടില്ല നിങ്ങളാണ് അതിൽ ഉൽപാദനം ഉണ്ടാക്കുന്നത്. കർഷക വാഴ വെക്കണുള്ളൂ, അതിന്റെ കൊലന്റെ തൂക്കത്തിനും എത്ര കൊല വേണം, എത്ര കായ വേണം, അതിന്റെ തൂക്കത്തിനും തീരുമാനിക്കുന്നത് ആരാണ്? അൻതും തസ്റഊനഹു അം നഹ്നു സാരിഊൻ. നിങ്ങളാണോ അതിനുണ്ടാക്കുന്നത്, നാമാണോ അതിനുണ്ടാക്കുന്നത്? ലൗ നശാഉ ലജഅൽനാഹു ഹുതാമ. നമ്മളെങ്ങാനും വിചാരിക്കുകയാണെങ്കിൽ ലജഅൽനാഹു ഹുതാമ, ആ കൃഷിയെ നമ്മൾ പതിരാക്കി കളയും. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഉപയോഗമില്ലാത്ത വായാണെങ്കിൽ ഒടിച്ചു കളയും, നെല്ലാണെങ്കിൽ അതിനെ പതിരാക്കി കളയും. അപ്പൊ നിങ്ങൾ പറയാൻ തുടങ്ങും, ഇന്നാല മുഹറമൂൻ, ഞങ്ങൾ കടക്കാരായി പോയി. ബൽ നഹ്നു മഹ്റൂമുൻ, ഞങ്ങൾ മാത്രമല്ല, ഞങ്ങൾ എല്ലാവരും തടയപ്പെട്ടവരായി പോയി നിങ്ങൾ പറയുന്നു. ആരതിന്റെ ഉടമസ്ഥൻ?
അതുകൊണ്ട് കർഷകൻ കൃഷിന്റെ കാല് കഴുകി ഓമാന്റെ റബ്ബിന്റെ മുമ്പ് വന്നിട്ട് പടച്ചോനെ തന്നതൊക്കെ നീയാണ്, അത് നിസ്കരിക്കണം, നിസ്കരിക്കണം, അമലുകൾ ചെയ്യണം. അതുകൊണ്ട് നിസ്കാരം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. നിസ്കാരത്തിന് ഒഴിവാക്കാൻ പറ്റൂല, നിസ്കാരത്തിന് ഒഴിവാക്കാൻ പറ്റൂല. നിസ്കരിക്കാതിരിക്കൽ വലിയ കുറ്റാണ്. ആൾക്കാർ വെച്ച് വെള്ളടിക്കല്, വ്യഭിചരിക്കല്, മഞ്ഞന്റെ മുതൽ മോഷ്ടിക്കൽ, അത് മാത്രം കുറ്റം അല്ല, കൽപ്പനകളെ ഉപേക്ഷിക്കലും കുറ്റാണ്. ആ പറഞ്ഞതാണ് കൊണ്ടുപോയി കൊടുത്താളാന്ന് പറഞ്ഞു, കൊടുക്കൂല എന്ന് പറഞ്ഞാൽ അത് കുറ്റാണ്. നീ അവിടെ പോകരുതെന്ന് പറഞ്ഞു, ആ വീട്ടിക്ക് അവിടെ പോവുക, അതും കുറ്റാണ്. ഇതേപോലെയാണ് ഹുക്കുമും നഹിയും ഒക്കെ, അമ്രും നഹിയും ഒക്കെ അതാണ്. അതുകൊണ്ട് നിസ്കാരം ഒഴിവാക്കാറിനാൽ പിന്നെ ആ മനുഷ്യൻ എന്തിനാ പറ്റുക? ഉമർ റളിയല്ലാഹു അൻഹു മസ്ജിദ് നബവിയിൽ അതിന്റെ മെഹ്റാബിൽ നിന്ന് കുത്തേറ്റു, രക്തം വാർന്നൊലിക്കാൻ തുടങ്ങി, ബോധക്ഷയം ഉണ്ടായി. ബോധത്തിൽ ഉണർന്ന അദ്ദേഹം ചോദിച്ചു നിസ്കാരത്തിന് സമയമായോ? നിസ്കാരം കഴിഞ്ഞിട്ട് അദ്ദേഹം പറയും നിസ്കരിക്കാത്തതിന് ഇസ്ലാമിൽ പങ്കില്ല, നിസ്കരിക്കാത്തതിന് പങ്കില്ല. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹദീസിലുണ്ട്, ശരീരത്തിൽ നമസ്കാരത്തിനുള്ള സ്ഥാനം ശരീരത്തിൽ തലക്കുള്ള സ്ഥാനം പോലെയാണ്. ശരീരത്തിൽ തലക്കുള്ള സ്ഥാനമാണ് ദീനിൽ നിസ്കാരത്തിനുള്ള സ്ഥാനം. ശരീരത്തിൽ തലക്കെന്താ സ്ഥാനം? കൈയില്ലാത്ത ആളെ, കാലില്ലാത്ത ആളൊക്കെ നമ്മൾ കാണാം, തലയില്ലാത്ത ഒരാളെ നമ്മൾ കാണൂല. തലല്ല പിന്നെ പോയി. ഇതേപോലെ നിസ്കാരമില്ലാത്തവന് തലയില്ല എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചത്. അതുകൊണ്ട് നമ്മൾ നിസ്കരിക്കാൻ എങ്ങനെയാണ്? അതുകൊണ്ട് നിസ്കാരമായി ഒരു അശ്രദ്ധയും കാട്ടരുത്. കാരണം ഇത് നിലനിർത്തി തരുന്ന അല്ലാഹുവാണ്. നമ്മൾ നാളെ മറ്റന്നാൾ പോകാനുള്ളതാണ്. ഈ ഖബർസ്ഥാനിലൊക്കെ ആൾക്കാരുണ്ട്, ഇത് കാര്യപ്പെട്ട ആൾക്കാരുണ്ട്, കാര്യപ്പെട്ട ആൾക്കാരൊക്കെ ഖബർസ്ഥാനിലുണ്ട്. അല്ലാത്തവരുണ്ട്, സാധാരണക്കാരുണ്ട്. അവരൊക്കെ അവസ്ഥ എന്താ? കൊണ്ടോട്ടിയങ്ങാടിനെ വറപ്പിച്ചവർ, അല്ലെങ്കിൽ അതിന്റെ സമ്പാദ്യമുള്ള ആളുകൾ, ഏക്കറക്കണക്കിന് ഭൂമിയുള്ള ആളുകൾ, ജമ്മിമാർ, വലിയ സാമ്പത്തിക സെറ്റപ്പുള്ള ആൾക്കാർ, വലിയ അധികാരികൾ, എല്ലാവരുണ്ട് ഈ കൊണ്ടോട്ടിന്റെ ഖബർസ്ഥാനുകളിൽ. അവരൊക്കെ എന്താ ഉണ്ടാക്കണത്? അവരുടെ തൊലിപ്പുറത്ത് അവരുടെ സാധനങ്ങളൊക്കെ ഉണ്ട്, അവരുടെ ബിൽഡിങ്ങുകളുണ്ട്, അവരുടെ മെനക്കെട്ടുണ്ടാക്കിയ മുഴുവൻ വസ്തുക്കളും ഭൂമിന്റെ തൊലിപ്പുറത്തുണ്ട്. അവർ മാത്രം ഖബറുകളിലാണ്. 3 കഷ്ണം തുണിയേറ്റ് പോയതാണ്. വലിയ കോടീശ്വരൻ കൊണ്ടോട്ടി മരിച്ചപ്പോഴും കൊടുത്തത് 3 കഷ്ണം തുണിയാണ്. അതിനാണ് കൂടുതലൊന്നും കൊടുത്തിട്ടില്ല. ഇനിയാണ് അവരുടെ ജീവിതത്തിന്റെ എല്ലാ അവസ്ഥകളും. അതുകൊണ്ട് ഈ ഇരിക്കുന്ന നമ്മൾ ഈ കാണുന്ന ഈ പ്രപഞ്ചത്തിലെ പ്രതിഭാസങ്ങൾ അതൊക്കെ യാഥാർത്ഥ്യമാണെന്ന് വിചാരിക്കണ്ട. അതൊക്കെ താൽക്കാലികമാണ്, അത് വഞ്ചനയാണ്. അതുകൊണ്ട് ദുനിയാവിന്റെ വസ്തുക്കൾ അതിൽ കുടുങ്ങി ആഖിറ മറന്നേക്കരുത്. ബൽ തുസിറൂനൽ ഹയാത്തദ് ദുനിയ വൽ ആഖിറതു ഖൈറുൻ വഅബ്ഖാ. സൂറത്ത് ആയലയിൽ സബ്ബിസ്മ റബ്ബിക്കൽ അലൈ എല്ലാ വെള്ളിയാഴ്ച നമ്മൾ കേൾക്കേണ്ടത്. ബൽ തുസിറൂനൽ ഹയാത്തദ് ദുനിയ വൽ ആഖിറതു ഖൈറുൻ വഅബ്ഖാ. നിങ്ങൾ ഭൗതിക ജീവിതത്തിന് പ്രാധാന്യം നൽകിയിരിക്കുകയാണ് അള്ളാഹു പറയാൻ. ബൽ തുസിറൂനൽ ഹയാത്തദ് ദുനിയ, ഭൗതിക ജീവിതത്തിന് നിങ്ങൾ ഈസാറ് നൽകിയിട്ടുണ്ട്, നിങ്ങൾ ആഖിറത്തിനേക്കാൾ മുൻഗണന നൽകിയിട്ടുണ്ട്. ആഖിറത്തിന്റെ അവസ്ഥ എന്താ നിങ്ങൾക്കറിയോ? വൽ ആഖിറതു ഖൈറുൻ വഅബ്ഖാ, ആഖിറം ഏറ്റവും ഉത്തമമായതും എന്നെന്നും നിലനിൽക്കുന്നതാണ്. ഇവിടെ 50, 60, 70, 80 കൊല്ലായാൽ പിന്നെ കഴിഞ്ഞത്. 90 കൊല്ലായാൽ, 95 വയസ്സായാൽ അയാളും സ്വന്തമായിട്ട് പറയും ഇനി എനിക്ക് മരിച്ചിട്ടാ മതിയെന്ന്. അദ്ദേഹത്തിന്റെ മക്കൾ പറയും ഒന്ന് വാപ്പ ആഫിയത്തോടെ മരിച്ചിരുന്നെങ്കിൽ, ഉമ്മ ആഫിയത്തോടെ മരിച്ചിരുന്നെങ്കിൽ. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ആർക്കും പ്രതീക്ഷയില്ല. കാരണം പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല, മറന്നുപോവാണ്. അവിടെ പ്രശ്നം, എവിടെ പ്രശ്നം, അതിന് നോക്കാൻ 2-3 ആള് വേണം. ആർക്കും സ്വസ്ഥമായി അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റുന്നില്ല. ഇതാണ് ഒരു മനുഷ്യനെങ്ങാനും കുറച്ച് നീണ്ടു നിന്നാലുള്ളത്. എന്താ അവിടെ ഉള്ളത്? ഈ നിൽക്കുന്നതൊക്കെ എത്ര വയസ്സായി? ഇനി നമുക്ക് ഭൂമിന്റെ തൊളിപ്പുറത്ത് എത്ര കൊല്ലം നിങ്ങൾ ഒറ്റ ആലോചിക്കും. 1 വർഷം ഇപ്പൊ കഴിഞ്ഞല്ലോ, ജനുവരിയിലാണ് നമ്മളുള്ളത്. 2024 നമ്മൾ എന്ത് ചെയ്തു? ഇന്നും ഇശാഖ് പ്രാർത്ഥിച്ചു, ഇമാം റജബത്തി ഷാബാനെത്തി, റമദാനായി. കഴിഞ്ഞ റമദാൻ കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങോട്ട് വന്നിട്ടേ ഉള്ളൂ. ഇത്ര പെട്ടെന്ന് ഇങ്ങനെ മാസങ്ങളും വർഷങ്ങളും മറിഞ്ഞു പോവാൻ. ഇതിനിടയിൽ എന്തുണ്ടാക്കി? ഇത് വേറെ ആരോടുള്ള ചോദ്യമല്ല, ഇത് സ്വന്തത്തോടുള്ള ചോദ്യമായിരിക്കണം. ഇവിടുത്തെ പ്രശ്നം എന്താ പറഞ്ഞാൽ മറ്റുള്ളവരോടാണ് ചോദ്യങ്ങളൊക്കെ ഉള്ളത്. ഈ ഇരിക്കണം നമ്മൾ പറയാൻ ഇത് കേൾക്കേണ്ടത് അവനെ ഈ നോമന്നില വിളിച്ചിട്ട് അല്ലല്ലല്ല, ഇത് അവനേക്കാൾ കേൾക്കാൻ അർഹൻ ആരാണ്? നമ്മളാണ്. കേൾക്കുന്നവരെക്കാളും വലിയ അർഹൻ ചോദിക്കുന്നവനാണെന്ന് വിചാരിക്കുന്നത് ഞാനാണ് ഇതിൽ ഏറ്റവും അത്യാവശ്യക്കാരൻ. കാരണം നമ്മളൊക്കെ ഖബറിലെത്തിയാൽ ഒന്നും ഉണ്ടാവൂല. ഖബറിലേക്ക് ഇറക്കുന്നത്, നമ്മളെ നാടുകളിലൊക്കെ ഖബറുകളിലേക്ക് ഇറക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ കഫൻ തുണിന്റെ ഒരു ഭാഗത്ത് കുറച്ച് നീളം ഉണ്ടാവും, ബാക്കിൽ കുറച്ച് നീളം ഉണ്ടാവും. എന്നുവെച്ചാൽ ആ കെട്ടാണ് പിടിക്കല്. വാലിന്റെ കാലിന്റെ അവിടെ കെട്ടും, തലന്റെ അവിടെ കെട്ടും. മധ്യത്തിൽ കൊണ്ടോണ്ടില്ലെന്ന് ചെയ്യല്? ആ ഒരു തോർത്തുണ്ടാവും, എന്നിട്ട് അതിലാണ് പിടിക്കല്.
എന്താ അങ്ങനെ പിടിച്ചൂടെ? വട്ടത്തിന് പിടിച്ചാൽ കൈയാടെ ഇറക്കാൻ കഴിയൂല, വലിക്കാൻ കിട്ടൂല. അതുകൊണ്ട് ഒരു തോർത്ത് കെട്ടിന് അത്രത്തോളം ഇടുങ്ങിയ ഖബറിലേക്ക് ഇറക്കി വെക്കുകയാണ് നമ്മളെ. മനുഷ്യനാകെ ഭൂമിയിൽ ഇത്രേ ഉള്ളൂ. 10 അടിന്റെ കട്ടിലൊന്നും ഉണ്ടായിട്ട് കാര്യമില്ല. അതുകൊണ്ട് നമ്മൾ ഒറ്റ ആലോചിക്കുക, ഞാൻ ആരോന്ന് നമുക്ക് തോന്നാണ്. ഞാൻ ആരാന്ന് ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മളൊന്നുമല്ല. അതുകൊണ്ട് അള്ളാഹുവിന്റെ കൽപ്പന അനുസരിക്കാതെ ഭൂമിന്റെ തൊഴിപ്പുറത്ത് നടക്കൽ ബുദ്ധിയല്ല സഹോദരന്മാര്. എല്ലാരും അവിടുക്കാൻ നടത്തുക. ഇന്ന ഇലൈന ഇയാബഹും സുമ്മ ഇന്ന അലൈന. ഏത് സൂറത്തിലാ? സൂറത്തുൽ ഗാശിയ. അല്ലാത്താക്ക 2ാമത്തെ റക്അത്തിൽ. ഇത് നമ്മൾ സത്യത്തിൽ എല്ലാരും കേൾക്കലുണ്ട്. ബാക്കിയുള്ള ഭാഗമൊക്കെ പതുക്കോതിയാലും ഈ ഭാഗത്തും എന്താക്കും? ഇമാം ഉറക്കോതുണ്ട്. കാരണം കാമ്പായ കാര്യമാണത്. ഇന്ന ഇലൈന ഇയാബഹും, നിശ്ചയമായും അവരെല്ലാവരും മടക്കപ്പെടുന്നത് നമ്മളിലേക്കാണ്. സുമ്മ ഇന്ന അലൈന ഹിസാബഹും, പിന്നെ അവരുടെ എല്ലാവരുടെയും വിചാരണ നമ്മുടെ ഉത്തരവാദിത്തത്തിലാണ്. ഏത് കൊലകൊമ്പനും ഭൗതിക ജീവിതത്തിൽ അല്ലല്ല എന്ന് പറഞ്ഞ് നിഷേധിച്ച് നടന്നവനും മുത്തക്കിയും എല്ലാവരും മടങ്ങി വരാനുള്ളത് ഈ ഒരു കൗണ്ടറിലേക്കാണ്, ഈ ഒരു സ്ഥലത്തേക്കാണ് എല്ലാവരും വരാനുള്ളത്. എല്ലാവരും അള്ളാഹുവിലേക്ക് വന്നു ചേരാനുള്ളവരാണ്. നമ്മൾ അള്ളാഹുവിലേക്ക് വന്നു ചേരാനുള്ളതാണ്. വഇലൈഹി ഇന്നമാ അംറുഹു ഇദാ അറാദ ശൈഅൻ അൻ യഖൂല ലഹു കുൻ ഫയകൂൻ ഫസുബ്ഹാനല്ലദീ ബിയദിഹി മലകൂതു കുല്ലി ശൈഇൻ വഇലൈഹി തുർജഊൻ. എവിടെയാണ് യാസീൻ അവസാനം? അവിടെ എന്താ പറഞ്ഞത്? ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് പറയാണ് വഇലൈഹി തുർജഊൻ, അവനിലേക്ക് നിങ്ങളെ മടക്കപ്പെടും. എല്ലാരും വാപ്പസി, വാപ്പസി. ശരിക്ക് ഗർ എവിടെയാണ്? സ്വർഗാണ്. അവിടുന്ന് വന്നതാണ്, അവിടേക്ക് മടങ്ങാനുള്ള ആൾക്കാരാണ്, ഇവിടെ നിൽക്കാനുള്ള ആൾക്കാരല്ല. ആരെങ്കിലും ഗർവാപ്പത്തി വരവത്തിനും നമ്മൾ ഒച്ചപ്പാടൊന്നും ഉണ്ടാക്കണ്ട, നമുക്ക് പോകാനുള്ള അവിടുക്കാണ്. എല്ലായിടത്തും രാവിലെ എഴുന്നേറ്റാൽ ഒരു ദുആ ഉണ്ട്, അൽഹംദുലില്ലാഹില്ലദീ അഹ്യാന ബഅദമാ അമാതനാ വഇലൈഹി നുശൂർ. ഫസ്റ്റ് എഴുന്നേറ്റ ഉടനെ ചൊല്ലാനുള്ള ദുആ ഉണ്ട്, അൽഹംദുലില്ലാഹ്, അല്ലാഹുക്കാണ് സർവസ്തുതിയും. അല്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ, നമ്മളെ ജീവിപ്പിച്ചതിന് ശേഷം, നമ്മളെ മരിപ്പിച്ചതിന് ശേഷം ജീവിപ്പിച്ചവനായ അല്ലാഹുക്കാണ് സർവസ്തുതിയും. എന്ന് വെച്ചാൽ മരണത്തിന് സമാനമായ ഉറക്കുന്ന വീണ്ടും എന്നെ എഴുന്നേൽപ്പിച്ച അല്ലാഹുക്കാണ് സർവസ്തുതിയും. വഇലൈഹി നുശൂർ, അവനിലേക്ക് തന്നെയാണ് മടക്കം. രാവിലെ നമ്മൾ ഓർമ്മിപ്പിക്കണേ എന്താണ്? ഞാൻ ജീവിക്കല്ല, ഞാൻ മടങ്ങാനുള്ള ആളാണ്. അവിടെ എന്റെ ജീവിതത്തിനെ നന്നാക്കണം. ഇതാണ് ഓർമ്മിപ്പിക്കണേ. അള്ളാന്റെ മുമ്പിൽ പോയി ഹിസാബ് പറയണം, അവിടെ പോയി നിൽക്കണം. ആരവിടെ കാലാകാലത്തേക്കുള്ളത്? ഇവിടെ ആരും കാലാകാലോ. ആരെങ്കിലും കാലാകാലത്തേക്ക് ഉണ്ടാകുമായിരുന്നെങ്കിൽ ലൗ കാനത്തി ദുനിയാ തദൂമു ലിവാഹിദിൻ ലകാന റസൂലുള്ളാഹി ഫീഹാ മുഖല്ലദ, ഇവിടെ ആരെങ്കിലും സ്ഥിരമായിട്ട് നിൽക്കുമായിരുന്നെങ്കിൽ അത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിൽക്കണമായിരുന്നു. ഹസ്രത്ത് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഫാത്തിമയുടെ വഫാത്തിന് ശേഷം, നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന് ശേഷം ഫാത്തിമയുടെ വഫാത്ത് കൂടി വന്നപ്പോൾ വേദനയോട് കൂടി ഹസ്രത്ത് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞതാണ്, എനിക്കൊരു കാര്യം മനസ്സിലായി, എന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തോട് വിട പറഞ്ഞു, എന്റെ പ്രിയബദ്ധമയായ ഫാത്തിമയും ലോകത്തോട് വിട പറഞ്ഞു. എനിക്കൊരു കാര്യം ഉറപ്പാണ്, ഭൂമിയിൽ ആരും ഒരു ഖലീലിന്, ഒരു കൂട്ടുകാരന്, ഒരു ജിഗർ ദോസ്തിന് ആർക്കും ആരെയും ഇവിടെ ബാക്കി ഉണ്ടാവില്ല. ഇവിടെ ആരെങ്കിലും ബാക്കി ആവണമായിരുന്നെങ്കിൽ അള്ളാഹുവിന്റെ റസൂൽ തങ്ങൾ ബാക്കി ആവണമായിരുന്നു. തങ്ങളും ഈ ലോകത്തോട് വിട പറഞ്ഞു. നമ്മളൊക്കെ പോകാനുള്ളതാണ്. എപ്പം പോകും ആർക്കും അറിയില്ല. നമ്മളൊക്കെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. കുറെ വിചാരിക്കാൻ എന്താ ഉള്ളത് സഹോദരന്മാരെ? നമ്മൾ ഇന്ന് നോക്കിയ ജനുവരിയുടെ കലണ്ടർ, അതിന്റെ പേപ്പറുകൾ പൂർത്തിയാവുമെന്ന് നമുക്കറിയൂല. 2024 എത്രയോ ആളുകൾ ഇന്ന് ഖബറുകളിലാണ്. നമുക്കറിയുന്ന ആളുകൾ ഇന്നും ഒരാൾ എനിക്കറിയുന്ന ഒരാൾ ഖബറിലേക്ക് എത്തിക്കഴിഞ്ഞു. അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും ചെയ്യുമാറാകട്ടെ. ദിവസം മരിക്കുന്നുണ്ട്, നമ്മളും അതിലൊരു ദിവസം ആവും. അതുകൊണ്ട് സ്വന്തം മരിക്കുന്നതിന് മുമ്പ് തയ്യാറാവുക. ഇവിടുത്തെ ഒച്ചപ്പാടും ബഹളവും സമ്പത്തും അധികാരവും കേസും കോടതിയും ഇവിടെ പ്രശ്നങ്ങളും ദുനിയാവാണിത്. ഇതിൽ ഫുള്ളുണ്ടാവും. എന്തെല്ലാം ശബ്ദങ്ങൾ ഉണ്ടാവും ദുനിയാവിൽ. മാർക്കറ്റിൽ എന്തെല്ലാം ഒച്ചപ്പാടുണ്ടാവും. കച്ചവടക്കാരൻ അതിനൊക്കെ ചെവി എടുക്കാൻ എന്നാൽ അയാൾ കച്ചവടം ചെയ്യാൻ കഴിയും. എന്തെല്ലാം കച്ചവടം, പ്രശ്നങ്ങളുണ്ടാവും, മയക്കുണ്ടാവും, ഒക്കെ ഉണ്ടാവും. അത് അവരെ പറയാം, അതൊക്കെ നടന്നോട്ടെ. ഈ സ്ഥിരമായ കാണുന്ന കച്ചവടക്കാർക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല. കാരണം ഓരോരോ കച്ചവടം ശരിയായിക്കൊള്ളുക. ഇതേപോലെ തന്നെയാണ് ദുനിയാവിൽ ഓരോരോ പ്രശ്നങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. മുസ്ലിമീങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ ഉണ്ടാവും, നാടിനെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ ഉണ്ടാവും. ഈ പ്രശ്നങ്ങളൊക്കെ പിന്നിൽ നമ്മളിങ്ങനെ ഓടുകയാണ്, ചർച്ച ചെയ്യാണ്, എന്തൊക്കെയോ ചർച്ചകൾ. എന്നിട്ട് എന്താ ലാസ്റ്റ് ആവുന്നത്? ഒരു ഐഡിയ ഇല്ല. മാധ്യമങ്ങൾ, മീഡിയകൾ അതിങ്ങനെ ഭയങ്കര സംഭവമാക്കും. നമ്മളെ കയ്യിലെ പിന്നാലെ കൂടും. കുറച്ച് കഴിഞ്ഞാൽ എന്തായത് നമുക്കും അറിയില്ല, ഓർക്കും അറിയില്ല, ആർക്കും അറിയില്ല. അതിങ്ങനെ ലൈവിൽ ഇങ്ങനെ നമ്മളിങ്ങനെ പിടിച്ചു നിർത്തുന്നല്ലാതെ വേറൊന്നുമില്ല.
മിഞ്ഞാന്നത്തെ പത്രം കിട്ടിയാൽ നമ്മള് മീൻ പൊതി ചെയ്യും, അല്ലെങ്കിൽ വിരിച്ചിട്ട് ചോറുന്ന ചുരുട്ടിട്ട് തെങ്ങിലോട്ട് കിട്ടും, അല്ലെങ്കിൽ കത്തിക്കാൻ കൊണ്ട്. അത്രയുള്ള ആ വാർത്തകളൊക്കെ അതിന്റെ പിന്നിലാണ് നമ്മളുള്ളത്. സഹോദരന്മാരെ, യഥാർത്ഥ വൃത്താന്തം വിശുദ്ധ ഖുർആനാണ്. അത് വ്യക്തമായി നമ്മളോട് സംസാരിക്കുന്നുണ്ട്. നമ്മുടെ കൈകൾ സംസാരിക്കുന്ന ദിവസം അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുനാ ഐദീഹിം വതശ്ഹദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ. ഖുർആൻ പറയുന്നു സൂറത്ത് യാസീൻ. ഞാൻ എന്തിനാ ഈ യാസീൻ എന്നെങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണമെന്ന ഇതാവുമ്പോ പിന്നെ വേറെ ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പോകണ്ടല്ലോ. ഇത് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം, ഓതിക്കൊണ്ടിരിക്കണം, ദിവസം ഓതുണ്ട്. അതിൽ പറയാണ് നിങ്ങളുടെ നാവുകളെ സീല് വെക്കും. അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം, വായന്റെ മേൽ സീല് വെക്കും. വതുകല്ലിമുനാ ഐദീഹിം, അവരുടെ കൈകൾ നമ്മളോട് സംസാരിക്കും. ഇന്ന് ഏറ്റവും കൂടുതൽ സംസാരം നടക്കുന്ന കൈകൊണ്ടാണ്. വേണ്ടാത്ത വാർത്തകൾ, മറ്റുള്ളവരെ പറ്റി വേണ്ടാത്തരങ്ങൾ, ഉലമാക്കളെ പറ്റിയും ഉമറാക്കളെ പറ്റിയും സാധാരണക്കാരെ പറ്റിയും പവിത്രകളായ സ്ത്രീകളെ പറ്റിയും ഒക്കെ വേണ്ടാത്തരങ്ങൾ ടൈപ്പ് ചെയ്തിട്ടും അല്ലാതെയും അവസാനം 1000 ആൾക്കാർക്കൊക്കെ ഒരൊറ്റ നെക്കിയാൽ അതങ്ങോട്ട് പോകും. അമേരിക്കയിലും എത്തും, ആഫ്രിക്കയിലും എത്തും, ലോകത്തിന്റെ ഭൂഖണ്ഡങ്ങളിലെല്ലാം എത്തുമാൻ അത്രത്തോളം കൈവിരകൾ ചലിപ്പിച്ച് ഈ കൈകളായിരിക്കും നാളെ അല്ലാഹുവിനോട് സംസാരിക്കുക. അവരുടെ കാലുകൾ സാക്ഷി നിൽക്കും. ഇത് നമുക്ക് ഇത് വെറുതെ പോവല്ല, ഇതൊക്കെ ഫുൾ റീഡ് ചെയ്യണ്ടേ. ഇന്നാ നഹ്നു നഹ്യിൽ മൗത വനക്തുബു മാ ഖദ്ദമു വആസാറഹും വകുല്ല ശൈഇൻ അസ്വൈനാഹു ഫീ ഇമാമിൻ മുബീൻ. സൂറത്ത് യാസീന്റെ തുടക്കം. ഇന്നാ നഹ്നു നഹ്യിൽ മൗത, നാമാണ് മരിച്ചവരെ ജീവിപ്പിക്കുന്നത്. വനക്തുബു മാ ഖദ്ദമു വആസാറഹും, അവര് ജീവിതകാലത്ത് ചെയ്തതും അവരുടെ മരണാനന്തരം ചെയ്തതും അതൊക്കെ നമ്മൾ രേഖപ്പെടുത്തുന്നുണ്ട്. വകുല്ല ശൈഇൻ, എല്ലാ കാര്യങ്ങളും ഒരു വ്യക്തമായ മൂലരേഖയിൽ അത് നമ്മൾ കൃത്യമാക്കി വെക്കുന്നുണ്ട്. നിങ്ങൾ വന്നാൽ മതി, ഞങ്ങൾ തന്നേക്കാന്നാണ് പറഞ്ഞത്. അവിടെ ജീവിതത്തിന് ആലോചിക്കണം. ഇത് പാഴാക്കാനുള്ളതല്ല, ഇത് നഷ്ടപ്പെടുത്താനുള്ളതല്ല. അവിടെ നിസ്കാരം കളയരുത്, അള്ളാഹുവിനെ തഖ്വ ചെയ്യണം. അവൻ വേണ്ടെന്ന് പറഞ്ഞ് ഒഴിവാക്കണം. സർമ്മരെ ഇതിനു വേണ്ടി അയച്ചതാണ്. നമ്മളെ യഥാർത്ഥ ജീവിതം ഉള്ളത് ആഖിറത്തിലാണ്. യഥാർത്ഥ ജീവിതം ആഖിറത്തിലാണ്. ഇവിടെ കളി തമാശയാണ്. അവിടെ സഹോദരന്മാരെ സ്നേഹമാരെ ഇതിനു വേണ്ടി ഒരുങ്ങണം. ഇത് നമ്മളിങ്ങനെ കേട്ടു പോകാനുള്ളതല്ല, പറഞ്ഞു പോകാനുള്ളതുമല്ല. ഇത് നമ്മളെ ജീവിതത്തിൽ നമ്മൾ ഹൃദയത്തിന്റെ ചെവി കൊണ്ട് കേൾക്കും, ഒറ്റ കാലയ്ക്ക്. പ്രഭാഷകന് മാർക്ക് കൊടുക്കല്ല വേണ്ടത്, നമ്മൾ ആലോചിക്കുക. ഞാൻ അള്ളാന്റെ മുമ്പ് പോട്ടെ, കഫൻ തുണിയിൽ എന്നെ പൊതിഞ്ഞ് കൊണ്ടുപോകില്ലേ, എന്റെ അവസ്ഥ എന്തേക്കും? ആരാണ് എനിക്ക് ഉണ്ടാകുക? മക്കളും ഭാര്യമാരും ഓരൊക്കെ ഇവിടെ ഉണ്ടാവും. നമ്മളെ സ്വത്തുക്കൾ വീതം വെക്കുന്ന കാര്യത്തിലേക്ക് അവരുണ്ടാകുക. നമ്മളെ അവസ്ഥ എന്താണ്? നമ്മുടെ കയ്യിൽ എന്താണ് ഉള്ളത്? അതുകൊണ്ട് ഒരുങ്ങുക, ആഖിറത്തിലേക്ക് വേണ്ടി തയ്യാറാവുക. ഇതാണ് ഈ ജീവിതം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എത്രയോ കൊല്ലം, 10, 50, 60 കൊല്ലം കഴിഞ്ഞല്ലോ. ഇനി ഇത്ര ബാക്കിയുള്ള നമുക്കറിയോ? അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക് ഒരുങ്ങുക, ഇതിനു വേണ്ടി തയ്യാറാവുക. സത്യത്തിൽ ഈ കൂടൽ അതിനു വേണ്ടിയിട്ടുള്ളതാണ്, അല്ലാണ്ട് വേറെ വലിയ സംഭവാക്കലൊന്നല്ല. പറഞ്ഞ ഞാനും കേൾക്കും, നിങ്ങളൊക്കെ ഇതിലേക്ക് ആവശ്യക്കാരാണ്. നമ്മളൊക്കെ കണ്ണിന്റെ മുന്നിൽ ഇത് വരും, പക്ഷെ അന്ന് വന്നിട്ട് കാര്യമില്ലല്ലോ. ഇന്ന് നമുക്ക് അവസരം. അവിടെ നിന്ന് നമ്മളെ ജീവിതത്തിന് നന്നാക്കുക, തൗബ ചെയ്യുക, ഇസ്തിഗ്ഫാർ ചെയ്യുക, അള്ളാഹുവിലേക്ക് തിരികെ. അള്ളാഹ് സംഭവിച്ചു പോയി, മാപ്പാക്കിത്താ അല്ലാഹ് എന്ന് പറഞ്ഞാൽ അള്ളാഹ് മാപ്പാക്കാതിരിക്കൂല. കാരണം ഖുർആൻ അള്ളാഹു വ്യക്തമായിട്ട് പറയുന്നത്, അള്ളാഹ് അവരെ തൗബയെ സ്വീകരിക്കും. ഇന്നല്ലാഹ ഹുവ തവ്വാബുർ റഹീം, അള്ളാഹ് കരുണയുള്ളവനാണ്, തൗബ സ്വീകരിക്കുന്നവനാണ്. ഏത് അടിമയും കലിമ ചൊല്ലിയ അടിമ അള്ളാഹിലേക്ക് കൈനീട്ടിയാൽ അതിന് ആരും ആവശ്യമില്ല, ഒരാളെ ആവശ്യമില്ല. ഒറ്റക്കോൻ പറഞ്ഞാൽ മതി, അള്ളാഹിക്ക് പുറത്തേറില്ല. കൈ പൊന്തിച്ചോളൊന്നും കൂടിയില്ല, അവന്റെ ഹൃദയത്തിന്റെ ഉള്ളിന്ന് അത് ഹൃദയം അറിഞ്ഞിട്ടോ പറഞ്ഞാൽ മതി, അള്ളാഹ് മാപ്പാക്കി താ അള്ളാഹ്, ഞാൻ അനുസരണക്കേട് കാട്ടിപ്പോയി, ജീവിതം പാഴാക്കി, നിസ്കാരങ്ങളെ ഉപേക്ഷിച്ച് ഞാൻ എൻ്റെ ഇച്ഛയ്ക്ക് ജീവിച്ചു. നീ എന്നെ കൊണ്ടെടുക്കായിരുന്നു. രാത്രി ഉറക്കം തരുന്ന ആൾ നീയാണ്, രാവിലെ ആവുമ്പോൾ കൈക്കും കാലിനും ഒരു കുഴപ്പമില്ലാതെ ഉണർത്തുന്ന ആൾ നീയാണ്. ഞാൻ കഴിക്കുന്ന മുഴുവൻ ദഹിപ്പിച്ച് എനിക്ക് ആവശ്യമുള്ള ശരീരത്തിൽ ബാക്കിയുള്ള പുറത്താക്കി തരുന്നത് നീയാണ്. നീ എന്നെ കൊണ്ടെടുക്കുകയാണല്ലോ അള്ളാഹ്, നീ എനിക്ക് മാപ്പ് തരണേ, ഞാൻ നിന്നോട് അക്രമം ചെയ്തു പോയി പഠിച്ചവനെ. ഇത് ഒന്ന് അള്ളാഹിലേക്ക് തിരിയാൻ ഈ അടിമ ഈ തിരക്ക് പിടിച്ച ജീവിതത്തിനിടെ സമയം കണ്ടെത്തിയിട്ടില്ലെങ്കിൽ അവനെക്കാളും വലിയ നഷ്ടവാളി വേറെ ആരുണ്ടാവില്ല. ദുനിയാവിൽ അവൻ പറയുണ്ടാവും മഹാനായിരുന്നു, അയാൾ അങ്ങനത്തെ ആളായിരുന്നു, അയാൾ ഇങ്ങനത്തെ ആളായിരുന്നൊക്കെ ആൾക്കാർ പറയുണ്ടാവും. പക്ഷെ അള്ളാഹിന്റെ അടുക്കൽ അവൻ എന്താന്നുള്ളത് അവിടെ നമ്മളെ അറിയുള്ളൂ. അതുകൊണ്ട് സൃഷ്ടികളുടെ പുകഴ്ത്തലുകളോ ഇകഴ്ത്തലുകളോ പ്രശ്നമില്ല. റബ്ബിന്റെ അടുക്കൽ നമ്മളെല്ലാവരും ഇഷ്ടപ്പെടണം, അതിന് സഹാബാക്കളുടെ ജീവിതത്തിലേക്ക് തിരിയണം. والسابقون الأولون من المهاجرين والأنصار والذين اتبعوهم بإحسان رضي الله عنهم ورضوا عنه. الذين اتبعوهم بإحسان,
മുഹാജിരിങ്ങളിൽ മുഹാജിരിങ്ങളും അൻസാറുകളും മുൻകടന്നവർ, നന്മ കൊണ്ട് അവരെ പിൻപറ്റിയവരും അവരാണ് നമ്മളെ മുൻഗാമികൾ. അവിടേക്കാണ് നമ്മൾ നൂല് പിടിക്കേണ്ടത്, സഹാബാക്കളിലേക്ക്. അവരാണ് നമ്മളെ അളവിന്റെ മാനദണ്ഡം, അളവുകോൽ. അവരിലേക്കാണ് തിരിയുന്നത്. സഹാബാക്കൾ ആർക്കറിയാം? നമുക്ക് സഹാബാക്കൾ അറിയാം. നമ്മൾ സഹാബാക്കളെ പറ്റി അന്വേഷിക്കുന്നുണ്ടോ? അവരെ പറ്റിയാണ് അള്ളാഹു പറഞ്ഞത്, അള്ളാഹു അവരെ തൃപ്തിപ്പെട്ടിരിക്കുന്നു, അവര് തൃപ്തിപ്പെട്ടിരിക്കുന്നു, അള്ളാഹുവിനെ തൊട്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും തൃപ്തിപ്പെട്ടവർ. അവിടേക്കാണ് നമ്മൾ പോകുന്നത്. ഈ ജീവിതത്തിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നതാണ് ജിന്ദഗി കാ മഖ്സദ് അപ്നാ റബ്ബ് കോ റാസി കർനാ ഹൈ. ജീവിതം കൊണ്ട് ഉദ്ദേശിക്കുന്നത് തന്നെ നമ്മളെ റബ്ബിനെ തൃപ്തിപ്പെടുത്തലാണ്. ഹർ ഹാലത്ത് മേ ഹമാരാ അല്ലാഹ് ഹംസെ റാസി ഹോ ജായേ. എല്ലാ അവസ്ഥയിലും നമ്മളെ റബ്ബ് നമ്മളിൽ തൃപ്തനാവണം. നമ്മൾ അള്ളാഹ്ക്ക് നമ്മൾ തൃപ്തി. നമ്മൾ അനുഭവം നിൽക്കുമ്പോഴും നടക്കുമ്പോഴും നമ്മൾ വരുമ്പോഴും പോകുമ്പോഴൊക്കെ ഇതിന്റെ അള്ളാഹ്ക്ക് ഇഷ്ടമുള്ളതാണോ എന്നൊന്ന് നോക്കിയത്. അതാണ് നമ്മൾ നോക്കേണ്ടത്. അള്ളാഹ് തൃപ്തിപ്പെടുവോ ഇതിൽ, എന്നാ നമ്മൾ രക്ഷപ്പെട്ടു. അള്ളാഹ് തൃപ്തിപ്പെടില്ല, പിന്നെ എന്താ ജീവിതം കൊണ്ട് കാര്യം? അതുകൊണ്ട് അങ്ങനെ ഒരു ജീവിതം ഉണ്ടാവണം. അതിനൊരു പരിശീലനമാണ്. അത് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കണം, നിരന്തരം കേട്ടോണ്ട്. ഇതിപ്പോ കേട്ടു എല്ലാവർക്കും ഞാൻ അഭിപ്രായ വ്യത്യാസമുള്ള ഒരു കാര്യം പറഞ്ഞിട്ടില്ല. എല്ലാവരും പറയാൻ പറഞ്ഞ് കറക്റ്റാണ് അത്. പക്ഷെ നമ്മൾ കുറച്ച് പേര് ഫോൺ എടുത്ത് ഒരു വാട്സപ്പ് അയച്ചു, ഒരു മെയിൽ നോക്കി ആക്കെ കഴിയുമ്പോഴത്തേന് നമ്മൾ ഇതൊക്കെ മറന്നിട്ടുണ്ടാവും. നമ്മൾ നാളെ വേറെ ഐറ്റംസിലാണ് നീക്കുക. ഇങ്ങനെ പോയാൽ എന്താ ഉണ്ടാവുക? പിന്നെ ദുനിയാവിൽ കടന്ന് ഉരുളാണ്. ജീവിതത്തിന് മാറ്റം ഉണ്ടാവില്ല. ഈ തിരക്കിന്റെ ഇടയിൽ നിന്ന് കുറച്ചിങ്ങനെ മാറി നിൽക്കുക. ഇപ്പൊ അടുത്ത ദിവസം ആയത് ഒരു വണ്ടിയിൽ എന്തോ കയറി പോയാൽ കുറച്ച് പൈസ, ഓട്ടോറിക്ഷക്കാരൻ ആർക്കും പൈസ കൊടുത്തപ്പം ആർക്കൊരാൾക്ക് കൊടുത്തപ്പോൾ അയാള് 2 മുതൽ 60 രൂപ കൊടുത്തപ്പോ 100 രൂപ കൊടുത്തപ്പോ 60 രൂപ. ഞാൻ നിങ്ങൾ നോക്കുമ്പോ 20ന്റെ കോയിൻ ചെറിയ 10 രൂപ അത്ര തന്നെ ഇരിപ്പുള്ളൂ. നമ്മൾ ആലോചിച്ചത് 20 രൂപന്റെ കോയിൻ അവിടെ വെള്ളത്തിൽ വീണു, ചളിയിൽ നമ്മളെ ഇതൊക്കെ ഉണ്ട്. നമ്മൾ എന്ത് ചെയ്ത് പറഞ്ഞാൽ ഒരു ബക്കറ്റ് 10 ലിറ്ററിന്റെ ബക്കറ്റ് വെള്ളം പറഞ്ഞിട്ട് ആ കോയിന്റെ മേലെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. എന്താണ്ടാകുക? വെള്ളം അതിന്റെ മുകളിൽ ഉകുമായി നല്ല കളർ ഉണ്ടാവും. ഒരിക്കൽ നിർത്തിയാൽ പിന്നെയും ചളിയാവും. അതിനാകെ ചെയ്യേണ്ട 20 ലിറ്റർ വെള്ളമൊന്നും വേണ്ട, ആകെ 1/2 ഗ്ലാസ് വെള്ളം മതി. ആ ചളിന്ന് അതൊന്ന് എടുക്കണം എന്ന് മാത്രം. എടുത്തിട്ട് ഒഴിച്ചു കൊടുത്താൽ ക്ലിയറായി. ഇന്ന് ഖുത്ബകൾക്ക് വേണ്ടി ആഴ്ചകൾ മെനക്കെടുന്ന പ്രഭാഷകർ, ഖതീബന്മാര് ലൈബ്രറിയിലും മറ്റൊടത്തൊക്കെ നോക്കി എഴുതി പിടിച്ച് തർത്തീബാക്കി ക്രോഡീകരിച്ചിട്ടാണ് നമുക്കിത് പറഞ്ഞു തരുന്നത്. നമ്മളെങ്ങനെ കേൾക്കാൻ ചിലപ്പോഴൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് തോന്നും, മാറണം തോന്നും. ജുമാസ്കാരം കഴിഞ്ഞാൽ മറന്നു പോകും. കാരണം എന്താ പറഞ്ഞാൽ നമ്മൾ സത്യത്തിൽ ചെയ്യുന്നത് എന്താന്ന് പറഞ്ഞാൽ അവിടെ ഇട്ടിട്ട് ഇങ്ങനെ വെള്ളം പാരാണ്. ഈ സാഹചര്യത്തിലിട്ട് എങ്ങനെ നന്നാവുക? ഒരു കുട്ടി ഇവിടെ ഒരു കുളത്തിൽ ഇങ്ങനെ നീന്തൽ, കുറെ കുട്ടികൾ ഇങ്ങനെ വന്ന് വെള്ളത്തിൽ ഇങ്ങനെ ചാടുന്നുണ്ട്. അപ്പൊ ഒരു ചെറിയ കുട്ടി, ഒരു 10-12 വയസ്സായ ഒരു കുട്ടി, ഉമ്മാന്റെ കുട്ടി വീട്ടിൽ വന്നതാണ്. ഓൻ നോക്കുമ്പോൾ ആൾക്കാർ ഇങ്ങനെ ചാടുന്നുണ്ട് വെള്ളത്തിൽ. വരിക, കുപ്പായ അയക്കുക, പാൻ്റ് അയക്കുക, ഒരു ബർമുട ചാടുക. അപ്പൊ ഓനക്ക് ഭയങ്കര ആരായി. കുറച്ച് കഴിയുമ്പോൾ ഓന് കുപ്പായ കഴിച്ച് പാൻ്റൊക്കെ കഴിച്ച് ബർമുട ഇട്ടാണ് ചാടിയാൽ എന്താ ഉണ്ടാകുക? നിങ്ങൾ പറയും. അങ്ങനെ ഉള്ളത് വെള്ളം കുടിച്ചിട്ടുണ്ടാവും, വെള്ളത്തിൽ ഇങ്ങനെ ആളുണ്ടാവും. അപ്പൊ അവിടെ ഒരു തോണിക്കാരൻ അല്ലെങ്കിൽ അവിടെയുള്ള ആള് ഓനെ എടുത്തു. എന്നിട്ട് ഓനെ പുറത്തൊക്കെ ഇട്ടിട്ട് വെള്ളമൊക്കെ കൊട്ടി, എന്നിട്ട് ഓനെ വീണ്ടും അയക്കാൻ നട്ടാൽ എന്താണ്ടായാണ്? അപ്പൊ പിന്നെ വെള്ളം കുടിക്കും. കാരണം വേറൊന്നുമില്ല. സത്യത്തിൽ ഓനെ വെള്ളം ഒഴിവാക്കലൊക്കെ പിന്നെ ചെയ്താൽ ഓനെ കരക്കെ കൊണ്ടുവന്ന് കുറച്ച് നേരം കടത്തി ആ കാറ്റൊക്കെ കൊണ്ടാടെ ഇന്ന് കുറച്ച് കഴിഞ്ഞാൽ ഓൻ നീക്കും ഉഷാറാവുമല്ലേ. ഓനോട് ചോദിക്കും, എന്താ മോനെ ഈ ചാടി? ഓരൊക്കെ ചാടണം കണ്ട് ചാടാം. ഓരോ അതിന് മുമ്പ് ഒരു നീന്തൽ എന്ന് പറഞ്ഞ പരിപാടി ഉണ്ട്, അത് പഠിച്ചിട്ടാ ചാടിയത്. നീ പഠിച്ചത്? പഠിച്ചില്ല. എന്നാ പിന്നെ അതിന്റെ ആ വെള്ളം കുറഞ്ഞ സ്ഥലത്ത് നിന്ന് ഓനെ കൈയൊക്കെ വെച്ചിട്ട് നീന്തലൊക്കെ പഠിപ്പിച്ചോ, വെള്ളത്തിൽ കിട്ടാ ഓ അങ്ങനെ നീന്തി പോയിക്കോളും. സത്യത്തിൽ ജുമാക്ക് ഞാനടങ്ങി നമ്മളൊക്കെ പ്രഭാഷകരും ഖതീബന്മാരും എല്ലാവരും വാഴൊക്കെ പറഞ്ഞിട്ട് ഉമ്മത്തിനങ്ങനെ തരിപ്പിച്ചിട്ട് അത് വിടുകയാണ്. എവിടുക്കാ വിടുന്നേ? ഒരു കയറിയെന്ന് അതേ സ്ഥലത്തേക്ക് തന്നെ പിന്നെയും വിടുന്നേ. പിന്നെ ആ വെള്ളം അങ്ങനെ കുടിച്ചാണ്. 6 ദിവസം കുടിച്ച് 7ാമത്തെ ദിവസം പിന്നെയും വരുമ്പോൾ നമ്മൾ പിടിച്ച് നല്ല നെക്കിയിട്ട് പിന്നീട് ഇടുന്നേ. ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കാൻ ഉമ്മത്തിന് ഒരര മാറ്റമില്ല. ഉമ്മത്ത് അങ്ങനെ പോവാണ്. ഇതിന്നൊരു മാറ്റം ഉണ്ടാവണം. ഇവരൊന്ന് മാറ്റി അവരവർ നിൽക്കുന്ന സാഹചര്യം ഒന്ന് മാറി എവിടെയെങ്കിലും മസ്ജിദിന്റെ മാഹോലിൽ പോയി നിൽക്കി ഒരു 3 ദിവസമൊക്കെ അള്ളാന്റെ പള്ളിയിൽ പോയി നിന്ന് ഇതേമാതിരി അള്ളാഹിനെ പറ്റി പറയും, കേൾക്കുകയും ചിന്തിക്കുകയും അതിനെപ്പറ്റി ആലോചന ഒക്കെ വരുമ്പോൾ മനുഷ്യന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഈ കാര്യം ഇറങ്ങും. ഹൃദയത്തിൽ ഇറങ്ങും, പിന്നെ അവന് കാര്യങ്ങൾ മനസ്സിലാവും. ഏത് മോശക്കാരനും അവന്റെ ജീവിതത്തിന് ഒരു ദിശ ഉണ്ടാവും. അവനവന്റെ റബ്ബിനെ തിരിച്ചറിയും. അവന് ഭയങ്കര സമാധാനമായിരിക്കും. ചിലവരെ നമുക്ക് ടെൻഷൻ, കോടികൾ ഉണ്ടായിട്ടും ടെൻഷൻ, പൈസന്റെ ടെൻഷൻ. എന്താ കാരണം? അള്ളാഹുമായിട്ട് ലിങ്ക് ആയിട്ടില്ല ഈ സാധനം. ഹൃദയം അള്ളാഹുമായിട്ട് ലിങ്ക് ആയിട്ടില്ല. അതുകൊണ്ട് അള്ളാഹുമായിട്ടുള്ള ലിങ്ക്, അള്ളാഹുമായുള്ള ബന്ധം ഹൃദയത്തിനുണ്ടാവണം. ഇതിനൊരു മനുഷ്യൻ അധ്വാനിക്കണം. സഹാബാക്കളെ കൊണ്ട് ഇങ്ങനെ നടന്നു. വേറെ മസ്ജിദിന്റെ പേരിൽ ഇരിച്ചിട്ട് ഇങ്ങനെ വയലറിഞ്ഞ് പഠിപ്പിക്കല്ല ചെയ്തത്. അവരെയും കൊണ്ട് യാത്ര ചെയ്തു.
അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടിറങ്ങും. അങ്ങനെ അവരുടെ ജീവിതത്തിൽ ഗുണങ്ങൾ ഉണ്ടായി. അവർ ലോകത്ത് തുല്യതയില്ലാത്ത മാതൃകളായി. ഞാൻ നേരത്തെ ഓതിയല്ലോ, വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ, സൂറത്ത് തൗബ 100-ാമത്തെ ആയത്ത്, സൂറത്ത് തൗബന്റെ എടുത്തു നോക്കേണ്ടിട്ടുണ്ട്. സഹാബകൾ രണ്ട് ഗ്രൂപ്പേ ഉള്ളൂ, ഒന്ന് മുഹാജിർ, ഒന്ന് അൻസാർ. അള്ളാന്റെ ദീനിന് വേണ്ടി ത്യാഗം ചെയ്ത് യാത്ര ചെയ്തവർ മുഹാജിരികൾ, അള്ളാഹുവിന്റെ വഴിയിൽ വന്നവരെ സഹായിച്ചവർ, സ്വീകരിച്ചവർ അൻസാറുകൾ. ഈ ഉമ്മത്തിലും ഈ രണ്ട് വിഭാഗം ഉണ്ടാവണം. അള്ളാന്റെ വഴിയിൽ യാത്ര ചെയ്തവരുണ്ടാവണം, അള്ളാന്റെ വഴിയിൽ യാത്ര ചെയ്ത് വരുന്നവരെ സഹായിക്കുന്നവരുണ്ടാവണം. രണ്ടും ഇതേ ആൾക്കാർ തന്നെയാണ്. അതുകൊണ്ട് സ്വാരമനസ്സന്മാരെ, തിരക്ക് പിടിച്ച ജീവിതത്തിന്റെ ഇടയിൽ നിന്ന് കുറച്ചൊരു മാറ്റം ഉണ്ടാക്കണം. അതിന് ആദ്യം ഉണ്ടാവേണ്ടി പറഞ്ഞാൽ നാട്ടുകാരോ മഹല്ലോ ഖത്തീബോ സംഘടനാ നേതാക്കളോ ആര് വിചാരിച്ചാലും ഒരാൾ മാറൂല. ഇത് ഞാൻ പറയില്ല, അള്ളാഹു പറയാണ്, ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. ഒരു ജനതയെയും അള്ളാഹു മാറ്റം വരുത്തുകയില്ല, ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം, അവരെ സ്വന്തം അവർ മാറ്റാൻ തയ്യാറാവാത്ത കാലത്തോളം, ഈ ഇരിക്കണം ഞാൻ മാറാൻ തയ്യാറാവാത്ത കാലത്തോളം അള്ളാഹ് നമ്മളെ മാറ്റൂല. അതുകൊണ്ട് നമ്മൾ മാറണം. ഈ ജീവിതം പോരെനിക്ക് ജീവിതത്തിൽ മാറ്റം ഉണ്ടാവണം. അതിനു വേണ്ടിയുള്ള കാൽവെപ്പുകൾ കുറെ കാലമല്ലോ ദുനിയാവിൽ ഓടി നടക്കാൻ തുടങ്ങിയിട്ട്. ഇനി എന്റെ ആഖിറത്തിന് വേണ്ടി എനിക്കൊന്ന് ഒരുങ്ങണം. ഇതിനു വേണ്ടിയിട്ടാണ് സത്യത്തിൽ നമ്മളോട് അള്ളാഹുവിന്റെ മാർഗത്തിൽ പുറപ്പെടാൻ വേണ്ടി പറഞ്ഞത്. അല്ലാണ്ട് വേറൊന്നിനല്ല. ആർക്കും പൈസ കൊടുക്കാനും പൈസ വിൽക്കാനും അല്ല. നിങ്ങളെ സമ്പത്ത്, നിങ്ങളെ ശരീരം, നമ്മളത് ചെലവാക്കി ഒരു കുറച്ച് ദിവസം, 40 ദിവസം 4 മാസം ഒക്കെ വേറെ കാര്യം, ഒരു 3 ദിവസമെങ്കിലും പുറപ്പെട്ട് നോക്കി. നമ്മൾ പോയി പള്ളികളിൽ കഴിഞ്ഞുകൂടി അള്ളാഹിനെ പറ്റി കേൾക്കുമ്പോൾ ഒരു 3 ദിവസം 10-72 മണിക്കൂർ നിരന്തരം കേൾക്കുമ്പോൾ ഹൃദയത്തിന്റെ ഏതെങ്കിലും മൂലയിൽ ഇതിന്റെ അസറാത്തുകൾ, പ്രതിഫലനങ്ങൾ ഇല്ലാക്കൂല. അതനുസരിച്ച് നമ്മുടെ ജീവിതത്തിന് ഗുണങ്ങൾ ഉണ്ടാവും. നമുക്ക് നന്നാവാൻ തോന്നും. ബാങ്ക് കേൾക്കുമ്പോഴത്തേനും അള്ളാഹിനെ മുമ്പ് പോകാൻ നിൽക്കാൻ തോന്നും. നമ്മളെ ദുനിയാവിന്റെ കാര്യത്തിൽ സത്യസന്ധത ഉണ്ടാവും. അതുകൊണ്ട് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ പറ്റും. ഭയങ്കര സമാധാനം ഇരിക്കും, സ്വസ്ഥമായി ജീവിക്കും, ചിരിക്കാൻ കഴിയും മനുഷ്യരോട്. ദീനിന്റെ കാര്യം പറയാൻ നമുക്ക് നാവ് പൊന്തും. നമ്മൾ നാവ് മുഴുവൻ പറയുന്നത് ദുനിയാവാണ്. അള്ളാഹുവിനെ പറ്റി പറയാൻ നമുക്ക് കഴിയില്ല. ഖുർആൻ ചോദിക്കുന്നത്, അള്ളാഹുലേക്ക് വിളിക്കുന്നവരെക്കാൾ നല്ല വർത്തമാനം പറഞ്ഞവൻ ആരാണുള്ളത്? എന്നുവെച്ചാൽ അവരെക്കാൾ നല്ല വർത്തമാനം പറഞ്ഞ ആരുമില്ല. അവിടെ നമ്മളെ കൂട്ടുകാരോട് നല്ലത് പറയാൻ കഴിയും നമുക്ക്. അതുകൊണ്ട് ഇതിന്റെ പേരിലാണ് നമ്മളോട് അള്ളാഹുവിന്റെ മാർഗത്തിൽ പുറപ്പെടാൻ വേണ്ടി പറഞ്ഞത്. ഇതിന്റെ എല്ലാം അടിസ്ഥാനത്തിൽ ഈ വരുന്ന ഫെബ്രുവരി 22, 23 തീയതികളിൽ ഇതേപോലെ വേറൊന്നുമല്ല, സമ്മേളനം എന്ന് പറയുന്നത് നമുക്ക് എന്തൊക്കെ തോന്നും. കൊണ്ടോട്ടിക്കാരൊക്കെ ഒരുപാട് സമ്മേളനം കഴിച്ച ആൾക്കാരാണ്. നമ്മൾ ഉദ്ദേശിക്കുന്നത് അതൊന്നുമല്ല. ഇതേപോലെ ഇരിക്കുക, ഒരാൾ ഇങ്ങനെ പറയാ, ദീനിന്റെ കാര്യങ്ങൾ കേൾക്കുക, നമ്മുടെ ജീവിതത്തിന് ഒരു നല്ല മാഹോൽ, നല്ലൊരു അവസ്ഥ ഉണ്ടാവും. അതുകൊണ്ട് പെരുമ്പാവൂരിൽ വെച്ചിട്ട് 22, 23 ഫെബ്രുവരി ശനി ഞായറിന് ഒരു വലിയ സമ്മേളനം നടക്കുന്നത്. സമ്മേളനം സത്യത്തിലും പറയാതെ പറഞ്ഞാൽ നമ്മളെ ഈ സമ്മേളനം പോലെ അല്ല. അവിടെ തന്നെ ഇരിക്കുക, അവിടെ തന്നെ നിസ്കരിക്കുക, അവിടെ തന്നെ എല്ലാ കാര്യങ്ങളും സമാധാനപരമായി ദീനിന്റെ കാര്യങ്ങൾ കേൾക്കുക. ആരും കുറ്റപ്പെടുത്തലുകളില്ല, ആരും വിമർശിക്കലില്ല. സ്വന്തം കുറ്റപ്പെടുത്തുക, സ്വന്തം വിമർശിക്കുക, സ്വന്തം നന്നാവാൻ ശ്രമിക്കുക. അതോടുകൂടി മനുഷ്യരാശിയെ കത്തിച്ചൊലിക്കുന്ന തീനാളങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തി സ്വർഗത്തിലെത്താനുള്ള ഒരു പരിശ്രമം. അതുകൊണ്ട് നിങ്ങളോട് എല്ലാവരോടും ഇന്ന് തന്നെ പറഞ്ഞത് എന്തിനാണ് പറഞ്ഞാൽ, സത്യത്തിൽ നമ്മുടെ തിരക്കിന്റെ ഇടയിൽ നമ്മൾ കഴിഞ്ഞ ഡേറ്റ് ഒഴിവാക്കി എടുക്കാനാണ്. 22, 23 തീയതിയിൽ മാഷാ അല്ലാഹ് കൊണ്ടോട്ടിന്നും ഈ പരിസര ഭാഗത്തു നിന്നൊക്കെ അതിലേക്കുള്ള ബസ്സുകളും മറ്റൊക്കെ പോകുന്നുണ്ട്. അതിലേക്ക് ഇൻഷാ അല്ലാഹ് ഞങ്ങൾ നിയ്യത്തിക്ക് പറ്റി പരിശ്രമിക്കാൻ വേണ്ടി തയ്യാറായി. അതുപോലെ അതിനു മുമ്പായി, അതൊക്കെ ഫെബ്രുവരിയിലാണ്, അതിന് മുമ്പായി ഒരു 3 ദിവസം, ഒരു വെള്ളി ശനി ഞായറോ ഏതെങ്കിലും ഒരു ഒഴിവുള്ള ഒരു 3 ദിവസം അള്ളാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ ഇവിടെ പരിസരത്താണെങ്കിൽ മലപ്പുറത്തോ കോട്ടക്കലോ അല്ലെങ്കിൽ ഇടവണ്ണപ്പാറ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ പരിസരം, രാമനാട്ടിലെ ഈ പരിസരത്ത് നമുക്ക് വലിയ ദൂരമില്ലാത്തൊരു സ്ഥലത്ത് ഒരു പള്ളിയിൽ പോയിരുന്ന് ദീനിന്റെ കാര്യങ്ങൾ കേട്ടു, നിത്യജീവിതത്തിലെ കാര്യങ്ങൾ കേട്ടു. നമുക്ക് അത്തയ്യാത്ത് മറന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല, സന്തോഷത്തോടുകൂടി നമ്മൾ അത്തയ്യാത്ത് തിരുത്താൻ പറ്റും. അതിലാരെങ്കിലും ഒക്കെ ഉണ്ടാവും. നമ്മളെ ഫാത്തിഹയിൽ എന്തെങ്കിലും കുറവുണ്ട്, അത് തിരുത്താൻ പറ്റും, നന്നാവാൻ പറ്റും, അള്ളാഹുവിലേക്ക് അടുക്കാൻ പറ്റും. രാത്രി എഴുന്നേൽക്കാനും താജുസ്കരിക്കാനും അതിന്റെ ശീലങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. അതിൽ വലിയ അറിവും വലിയ പണ്ഡിതനും നോക്കണമെന്നില്ല. ഒന്നും അറിഞ്ഞില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. കാരണം ഒന്നും അറിയാത്ത സഹാബക്കളിൽ ഇങ്ങനെ കൊണ്ട് നടന്നിട്ടാണ് നബിയുടെ സഹാസനങ്ങൾ ഈ ഗുണങ്ങൾ ഉണ്ടാക്കിയത്. ഇതിന്റെ പേരിലാണ് നമ്മളോട് ഇങ്ങനെ 3 ദിവസമൊക്കെ പുറപ്പെടാൻ വേണ്ടി പറഞ്ഞത്. അതുകൊണ്ട് നിങ്ങൾ ഇത്ര നേരം നിങ്ങൾക്ക് അള്ളാഹു നല്ല കൂലി തരട്ടെ. നമ്മളെല്ലാരും പഠിച്ചു കബൂലാക്കട്ടെ. അനങ്ങാതെ ശ്രദ്ധിച്ച് മാഷാ അല്ലാഹ് നിസ്കരിക്കാൻ പോയാൽ എല്ലാവരും തിരിച്ചു വന്നു. മാഷാ അല്ലാഹ് നമ്മളൊരു കുറഞ്ഞ സമയം, ഒരു 3-4 മിനിറ്റ് ഇത്ര നേരങ്ങൾ ഇരുന്ന് നമ്മളൊന്നും ഇങ്ങനെ റൗണ്ട് ഇരുന്നിട്ട് ആരൊക്കെയാണ് ഒരു 3 ദിവസം റെഡിയുള്ളത്, ഞാൻ ഇന്നതിന് റെഡിയാണ് എന്ന് നിങ്ങൾ ഇവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ന് പറഞ്ഞ് ഒന്ന് പേര് എഴുതിയെടുത്താൽ ഇൻഷാ അല്ലാഹ് കാര്യങ്ങൾ എളുപ്പമാവും. പേരും ആ ഫോൺ നമ്പറും എഴുതിയെടുത്താൽ എളുപ്പമാവും. അവിടെ വേഗം ഇരുന്നോളി. അത് കഴിഞ്ഞ ദുആ ഇൻഷാ അല്ലാഹ് നമുക്ക് പിരിയലാണ്. അത്ര സമയങ്ങൾ ക്ഷമിച്ചിരിക്കും. മാഷാ അല്ലാഹ് വരുന്നുണ്ട്. കൂട്ടുകാർ ആരെങ്കിലും കസാരന്റെ അവിടെ ഉള്ള ഓരോരോ ഒരു കസാരന്റെ അവിടെ ഇരുന്നോളി. ഒന്ന് അവരോടൊക്കെ ഒന്ന് ചോദിച്ചോളി. മാഷാ അല്ലാഹ്